ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ദൃഢം സിനിമയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഈ സിനിമയുടെ ഡയറക്ടർ മാർട്ടിൻ ജോസഫ്, പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. ആൻഡ് പുള്ളി ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത്. സോ ജിത്തു ജോസഫിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സിനിമയുടെ നിലവാരം നമുക്ക് ഊഹിക്കാം. സോ നമുക്ക് സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒരു അധികം കേസുകളൊന്നും ഇല്ലാത്തൊരു സാധാരണ ഒരു സ്ഥലത്തേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന ഒരു SI ഓഫീസർ, വളരെ നിഷ്കളങ്കനായ ഒരു പോലീസ് ഓഫീസർ. പുള്ളിക്ക് വന്ന പാടന്നെ അവിടെ കൊലപാതകങ്ങളും റോബറിയൊക്കെ നടക്കാൻ തുടങ്ങി. ആൻഡ് പുള്ളി വളരെ ഇന്നസെന്റ് ആയ ഒരു പുള്ളിയുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ സിനിമയിൽ നല്ല അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു കേസ് അന്വേഷിക്കുന്ന സിനിമയാണെങ്കിൽ നമുക്കിത് ഒരു കേസിന്റെ പുറകെ നമുക്ക് ചിന്തിക്കാൻ അവസരങ്ങൾ അവർ തരുന്നില്ല. അത് വളരെ സ്ലോ ആയിട്ടാണ് സിനിമ സ്റ്റാർട്ടിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വളരെ വളരെ സ്ലോ ആയിട്ടാണ് സിനിമ പോവുക. പുള്ളിയുടെ ഇൻട്രൊഡക്ഷനും ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെയാണ് സിനിമയിൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ക്ലൈമാക്സ് എത്തുമ്പോഴത്തെ കേസ് തെളിയിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുക, ഇതിൽ പ്രതികൾ ആരാണെന്നും. ആൻഡ് അവസാനത്തെ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് കണ്ടിരിക്കാനൊക്കെ നല്ല കിടിലനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ ഒരു അബോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഷൈനിക്ക് ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒന്നും പറയണ്ട, അടിപൊളി. ഞാൻ ക്ലൈമാക്സ് വാവ് എന്ന് വിചാരിക്കും. ഇങ്ങനെ യെസ്, ടിക്കറ്റ് കൊടുത്ത് മുതലായി നമുക്ക് തോന്നും ക്ലൈമാക്സ്. അതാണ് സിനിമേൻ്റെ അവസ്ഥ. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവീസ് ഇഷ്ടമാണ്, സസ്പെൻസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സിനിമ ധൈര്യമായിട്ട് കാണാം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ മൂവി റിലേറ്റഡ് വീഡിയോസ് കാണാൻ എന്നെ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.